എപ്പിസോഡിന്റെ തുടക്കത്തിൽ കിംചുളിനെയാണ് കാണിക്കുന്നത്. സിയോക്ക ഫ്ലാറ്റിലെ ഹാനിനെ നോക്കി നിന്ന പോലെ കിംചുളും അവിടെ ഉള്ളപ്പോ അവിടെ നിന്ന് ഹാനിനെ വാച്ച് ചെയ്യുമായിരുന്നു. അതും കാണിച്ച് കട്ട് ചെയ്ത ഹാൻ കാണണ്ടെന്ന് കരുതി സിയോക്ക ബാൽക്കണിന്ന് മാറി നിൽക്കാണിപ്പോ. ശേഷം അവൻ ആ വീട് മൊത്തം സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഷെൽഫിലും മറ്റും ഒന്നും ഉണ്ടാവില്ല. അപ്പോഴാണ് ആ മിനി ഹോമിനുള്ളിൽ നിന്ന് അവനൊരു ഫോൺ കിട്ടുക. സിയോക്ക അങ്ങനെ അത് ഓണാക്കാൻ നോക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്ത ദോയുന്റെ സിസ്റ്റർ പോലീസിനോട് കിംചുളിനെ കൊന്ന കില്ലർ ഹാൻ ആണെന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. താൻ ഓപ്ഷൻ ഹൗസിലേക്ക് പോകുന്നതിനിടെ ലിഫ്റ്റ് സ്റ്റക്കായെന്നും അതുകൊണ്ട് സ്റ്റെയർ വഴി പോയപ്പോ ഹാൻ റൂഫ് ടോപ്പിൽ നിന്ന് വെപ്രാളപ്പെട്ട് വരുന്നതും കണ്ടു. പിന്നെയാണ് മുകളിൽ നിന്ന് വീണ് കിംചുള് മരിച്ച കാര്യം അറിഞ്ഞെന്ന് പറയും. കൊന്നത് ഹാൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയാണെന്നിട്ട് ഹാനിനെ അടുത്തറിയുന്ന ഒരാളായോണ്ടാണ് എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരുന്നത്. ചുറ്റുമുള്ളവരെ എല്ലാം അവൾ തന്റെ കൺട്രോളിൽ വെക്കും. അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫർ ആയിരുന്ന എന്റെ ചേട്ടൻ ഇപ്പോ അവൾക്ക് വേണ്ടി ആർട്ട് പീസിന്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കിംചുളും അവളും വഴക്കിടുന്ന ആ വീഡിയോ ഷൂട്ട് ചെയ്തത് ഞാനല്ല. അതാരാണെന്ന് എനിക്ക് അറിയൂല. സംശയം ഉണ്ടെങ്കിൽ ഫോൺ ചെക്ക് ചെയ്തോളാൻ പറയാണെന്നിട്ട് ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരം അപ്പൊ നമ്മുടെ മെയിൻ സസ്പെക്ട് ഇപ്പോ ഹാൻ ആണല്ലേ എന്ന് പറയാണ് യോങ് ഒക്കെ. പിറ്റേ ദിവസം ഹാനിനെ കാണിക്കാണ്. പബ്ലിക് സെയിൽ തുടങ്ങാൻ ഇനി കുറച്ച് ടൈമേ ബാക്കി ഉണ്ടാവുള്ളൂ. അങ്ങനെ റെഡിയായി അങ്ങോട്ട് പോകുന്നതിനിടെ കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് സിയോക്ക് വരും. കിംചുള് സോങ് ആയിട്ട് ഇത്ര ക്ലോസ് ആയതും ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് അറിയാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോ ഇപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം എന്നും പറഞ്ഞു പോവാണ് അവള്. അങ്ങനെ ലേലം സ്റ്റാർട്ടായി. എപ്പോഴത്തെയും പോലെ ആളുകൾ ഓരോ ആർട്ട് പീസും ലേലം വിളിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ ഈ അപ്പൂപ്പനെ കുറച്ച് മെയിൻ ആയി കാണിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ ലേലം തുടങ്ങുന്നതിന് മുന്നേ ഇന്നത്തെ പീസുകളിൽ ഇതാണ് സ്പെഷ്യൽ എന്നൊക്കെ മാഡം അദ്ദേഹത്തോട് പറയുന്നതും കാണാം. ചെയർമാൻ എന്നാണ് മാഡം അയാളെ വിളിക്കുന്നുണ്ടാവാം. ഈ ഡ്രോയിങ് ഇപ്പോൾ മേടിച്ച ഭാവിയിൽ ഇതിന് നല്ല റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തോ അയാൾ തന്നെ ആ ലേലം ജയിക്കുകയും ചെയ്യും. പക്ഷെ ഇതിനിടയിൽ ആ ക്രൗഡിന്റെ മുന്നിൽ വെച്ച് തന്നെ സീനിയറും ടീമും അങ്ങോട്ടേക്ക് എത്തി ഹാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അത് കണ്ടതും എല്ലാവരും ഷോക്കാവാണ്. ഹാനും അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കട്ട് ചെയ്താ ഹീറോ കാർ എടുക്കാൻ പോകുന്നതിനിടെ പാർക്കിങ്ങിൽ ദോയൂണും സിസ്റ്ററും വഴക്കിടുന്നുണ്ടാവും. അവള് കാരണമാണ് ഹാനിനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ദോയൂൺ അറിഞ്ഞു. എന്തിനാ നീ ഹാനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, എന്നോട് എന്താ പറയാന്നെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് പോവാണ് അവളോട്. സിയോക്ക് ഇതൊക്കെ കാണുന്നുണ്ടായി. ഇതിനിടെ കിംചുളിന്റെ ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയ മൊബൈൽ ഫോണിലുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ ഹീറോ ഒരു ഹാക്കറിനെ ഏൽപ്പിച്ചിരുന്നു. അന്നാ കാല് പോയി എന്നും പറഞ്ഞു പറ്റിച്ചു വന്നിട്ട് സിയോക്ക് ഓടിച്ചു വിട്ട ആ പയ്യന്റെ ഈ ഫോണിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ടെന്നും ചുറ്റുമുള്ള അഥവാ കുറച്ച് അകലെ ഉള്ളതാണെങ്കിലുള്ള വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. ഒരുപാട് ഓഡിയോ ഫയൽ ഉണ്ടെങ്കിലും അതൊക്കെ ഫിംഗർ പ്രിന്റ് ലോക്ക്ഡ് ആണ്. ക്രാക്ക് ചെയ്യാൻ സമയം വേണ്ടി വരുന്നു അവൻ പറയും. അവിടെ കട്ട് ചെയ്ത പോലീസ് ഹാനിനെ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നുണ്ടാവുക. ആദ്യം ഞങ്ങളോട് കള്ളം പറഞ്ഞതുപോലെ ആവില്ല ഇനി പറഞ്ഞ തെളിവുകളൊക്കെ നിങ്ങൾക്ക് എതിരുമാണ്, അതിനൊരു സാക്ഷി ഉണ്ടെന്ന് പറയാണ് അവര്. ഇതേ സമയം സിയോക്ക് സ്റ്റേഷനിലേക്ക് വരുമ്പോ ദോയൂൺ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുന്നുണ്ടവൻ. വീണ്ടും ചോദ്യം ചെയ്യലിനിടെ കിംചുള് മരിച്ച ടൈം ഹാൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിടയിൽ ആർഗ്യുമെന്റ് നടന്നതിനും ഹാൻ 12th ഫ്ലോറിലേക്ക് പോയതിനും തെളിവുണ്ട്. റൂഫ് ടോപ്പിൽ നിന്ന് സ്റ്റെയർ കേസിന്റെ അവിടേക്ക് വന്നത് കണ്ട വിറ്റ്നസ്സും ഉണ്ട്. അതുകൊണ്ട് വേഗം കുറ്റം സമ്മതിച്ചോളാൻ പറയുമ്പോ അന്ന് നടന്ന കാര്യങ്ങൾ പറയാണ് അവള്. കിംചുളിനെ അന്വേഷിച്ച് തന്നെയാണ് ആദ്യം 12th ഫ്ലോറിലേക്ക് പോയത്. കാണാതായപ്പോ റൂഫ് ടോപ്പിലേക്കും പോയി. പക്ഷെ അവിടെ എത്തിയ സമയം കിംചുള് നിലത്ത് വീണ് കിടക്കുന്നതാ കണ്ടത്. അത് കണ്ടതോടെ പേടിച്ച് അവിടെ നിന്ന് ഒരു കണക്കിന് ഇറങ്ങി വന്നു എന്ന് പറയും. അത് പക്ഷെ ഇവര് വിശ്വസിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് എന്താ പോലീസിനെ വിളിച്ചറിയിക്കാഞ്ഞെന്നാണ് ചോദിക്കുന്നുണ്ടാവുക. എന്തൊക്കെ പറഞ്ഞാലും തെളിവുകളെല്ലാം ഇപ്പൊ ഹാനിനെതിരാണ്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കിംചുള് വീണ സമയത്ത് ഹാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനുള്ള അലിബൈ വേണമെന്ന് പറയാണ് സീനിയർ. അവിടെ സിങ്കട്ടായി പാർക്കിനെയാണ് കാണിക്കുന്നത്. ഓപ്ഷൻ ഹൗസിൽ നിന്ന് ഹാനിനെ ഒരു മർഡർ സസ്പെക്ട് എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതൊക്കെ ന്യൂസിൽ വായിക്കുന്നുണ്ടാവാൻ. പക്ഷെ അയാൾക്കത് കണ്ടിട്ട് ഒരു ഞെട്ടലും ഇല്ല, മറിച്ച് ചിരിക്കുകയാണ് ചെയ്യുക. ഇവിടെ ആണെങ്കിൽ ഹാൻ ദോയൂണിനെ കാണണമെന്ന് പറഞ്ഞിട്ട് അവനെ പോലീസ് വിസിറ്റേഴ്സ് റൂമിൽ ഇരുത്തിയേക്കാണിപ്പോ. ഇന്നേരം എനിക്കിത്ര മൊഴി കൊടുത്തത് ദോഹയാണല്ലേന്ന് ഹാൻ ചോദിക്കുന്നുണ്ട്. തിരിച്ചവന്റെ നിന്ന് മറുപടി ഒന്നും കിട്ടാതാവുമ്പോ അവൾക്ക് അത് ഉറപ്പാവുകയും ചെയ്യും. നീ ഇത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ അതിന് ഹെൽപ്പ് ചെയ്യാന്ന് ദോയൂൺ പറയുമ്പോ ഹാൻ അവനോട് സീക്രട്ടായി എന്തോ പറയാണ്. ഇവരത് കാണുന്നുണ്ടെങ്കിലും എന്താ പറയുന്നതെന്ന് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. സെയിം ടൈം കിംചുളിന്റെ ഫ്ലാറ്റിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയോന്ന് യോങ് ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ല എന്നാണ് സിയോക്ക് പറയാ. ആ ഫോണിന്റെ കാര്യം എന്തുകൊണ്ടോ അവൻ പറയുന്നില്ല. ഈ ടൈം അവിടേക്ക് അസിസ്റ്റന്റ് വയും വരുന്നുണ്ട്. തൊട്ട് പിന്നാലെ സീനിയറും വരും. പുള്ളി ഹീറോനെ കണ്ടവാടെ നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിക്കാണ്. സീനിയർ ആവശ്യപ്പെട്ടിട്ട് ഹാന്റെ ഫസ്റ്റ് ബോയ് ഫ്രണ്ടിന്റെ ഇൻഷുറൻസ് റിപ്പോർട്ട് തരാൻ വന്നതാണെന്നും പറഞ്ഞു കൊടുക്കുകയാണ് അവൻ. പിന്നീട് വീണ്ടും ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടു വഴിക്ക് പോകുന്നതിനിടെ ഒരു വെള്ളമുടിക്കാരി വരാണ് അവിടേക്ക്. അവര് സിയോക്കിനെ കണ്ടതും എന്താ ഇവിടെയെന്ന് ചോദിച്ചതായിട്ട് എനിക്കിവിടെ വരാൻ പാടില്ലാത്തോണ്ടാണോന്ന് അവൻ. അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് അവര് പറയുമ്പോ ബായ് പറഞ്ഞ് അവനും പോവും.
പിന്നാലെ സീനിയർ വന്നിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ കാര്യാക്കണ്ടെന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരി സീനിയറിന്റെ വൈഫാണെന്നാ തോന്നുന്നത്. അവിടെ കട്ട് ചെയ്ത ഹാൻ പറഞ്ഞിട്ട് ദോയൂൺ ഓപ്ഷൻ ഹൗസിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ശേഷം ധൃതിയിൽ അവിടെയൊക്കെ എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഈ മെമ്മറി കാർഡാണോ നോക്കുന്നതെന്ന് ചോദിച്ച് സിയോക്ക് അങ്ങോട്ട് വരും. വിസിറ്റേഴ്സ് റൂമിൽ വെച്ച് അവർ സംസാരിച്ച ആ വീഡിയോ സിയോക്ക് ഒരു ലിപ് റീഡിംഗ് എക്സ്പേർട്ടിന് അയച്ചു കൊടുത്തിരുന്നു. അതുവഴി അവള് ദോയൂണിനോട് എന്താ പറഞ്ഞെന്ന് അവന് മനസ്സിലായി. അങ്ങനെയാണ് ദോയൂണിന് മുന്നേ ഇവിടെ എത്തി ഈ മെമ്മറി കാർഡ് സിയോക്ക് കൈക്കലാക്കിയത്. അവള് നിന്നെ തെളിവ് നശിപ്പിക്കാൻ പറഞ്ഞു വിട്ടതാണോന്നൊന്നും എനിക്കറിയില്ല, ആണെങ്കിൽ നീയും അകത്താവെന്ന് പറയുമ്പോൾ ഞാനും സത്യം അറിയാൻ വന്നതാണെന്ന് ദോയൂൺ പറയുന്നേട്ട്. എന്നാ പിന്നെ ഇതിൽ എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാന്ന് പറയണവൻ. കട്ട് ചെയ്താ ആ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നത് ഹാൻ്റെ അലിബയാണ്. അതായത് കിം ചുള്ള വീണ സമയത്ത് ഹാൻ റൂഫ് ടോപ്പിലേക്ക് പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സീനിയറും ടീമും ഇത് കണ്ടതും അവരും ഷോക്കാവും. ഹാൻ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കുന്നതാണ് അവരുടെ ഉള്ളിൽ. അതോടെ ഹയർ ഓഫീസേഴ്സും ഈ കേസ് സൂയിസൈഡ് ആണെന്നും പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പ്രഷർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഹീറോനോട് പറയാണ് യോങ്. കട്ട് ചെയ്താ അലിബ ഉള്ളോണ്ട് തന്നെ ഹാനിനെ പറഞ്ഞയക്കുന്നുണ്ട്. ഇന്നേരം മെമ്മറി കാർഡ് എടുക്കാൻ സഹായിച്ചതിന് സിയോക്കിനോട് അവള് താങ്ക്സ് പറയുന്ന ടൈം കിം ചുള്ള സൂയിസൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോന്ന് ചോദിക്കുകയാണ് അവൻ. വേറൊരു മാർഗം ഇല്ലാതായാല് മിക്കവരും ആ വഴിയല്ലേ തിരഞ്ഞെടുക്കാന്നായിരുന്നു ഹാന്റെ റിപ്ലൈ. പിന്നീടുള്ള സീനിൽ പിറ്റേ ദിവസം എന്നത്തെയും പോലെ ഹാൻ ഓഫീസിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇന്നേരം ദോഹ അവളെ നോക്കി അന്തം വിട്ട് നിൽക്കുന്നുണ്ടായി. അവിടെ കട്ട് ചെയ്ത സിയോക്ക് അവന്റെ ഓഫീസിൽ തല പുകഞ്ഞിരുന്ന് ആലോചിക്കുന്നതുകൊണ്ട് വേറെ കുറെ ഇൻഷുറൻസ് കേസുകൾ കൊണ്ട് കൊടുക്കാണ് സീനിയർ. എന്നിട്ട് ഹാന്റെ കേസ് വിടാൻ പറയുമ്പോൾ അവൻ അത് കേൾക്കാതെ എങ്ങോട്ടോ ഇറങ്ങി പോവും. ഹാൻ ആണെങ്കിൽ ഓഫീസിലേക്ക് ചെന്നിട്ട് നേരെ മാഡത്തിനെ മീറ്റ് ചെയ്യാനാണ് പോവാ. വക്കീലിനെ അയക്കുന്നതിന് മുന്നേ നീ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് നന്നായിന്നും പറഞ്ഞ് ഫുഡ് എന്തോ കൊടുക്കാണ് അവൾക്ക്. അത് കഴിഞ്ഞ് ഹീറോ നേരെ ഹാക്കറിനെ കാണാൻ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ റെക്കോർഡിംഗ് സീന് ഹാന്റെ വോയിസ് ക്ലിപ്പുകൾ മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. അതങ്ങനെ ഹീറോയ്ക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ശേഷം വീണ്ടും ഹ്യുൻസു എന്ന് പറഞ്ഞ ഒരാളെ കൂടി കണ്ടെത്തി തരണം, ആളുടെ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഇൻഫർമേഷൻസ് ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് ഒരു പണിയും കൂടി അവന്റെ തലയിലിട്ട് കൊടുക്കും. ഇമെയിൽ ID ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവുന്ന പയ്യനപ്പ പറയുന്നുണ്ട്. അല്ല ഇതിനൊന്നും ശമ്പളം തരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ആ പറഞ്ഞത് മൈൻഡ് പോലും ചെയ്യാതെ പോവാണ് ഹീറോ. പിന്നീട് വീണ്ടും കിം ചുളിന്റെ ആ ഫ്ലാറ്റിലേക്കാണ് അവൻ പോവാ. അവിടെ വെച്ചാണ് ഹാന്റെ ആ ഓഡിയോ ഒക്കെ അവൻ കേൾക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവളെ വിളിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുന്നതും മറ്റുമായിട്ടുള്ള നോർമൽ കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് കിം ചുൾ എന്തിനാവും ഹാനിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നേന്നാണ് അവൻ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോഴാണ് ആ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള 2 ടോയ്സ് അവൻ ശ്രദ്ധിക്കുന്നത്. അതിലൊന്നൊരു ഡോക്ടറിന്റെ വേഷത്തിലാണെന്ന് കണ്ടതും സിയോക്കിന് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങും. കിം ചുൾ ആദ്യം ജോലി ചെയ്തിരുന്നിടത്തുനിന്ന് ഒരു കാരണവും ഇല്ലാതെയാണ് പെട്ടെന്ന് റിസൈൻ ചെയ്ത് ഓപ്ഷൻ ഹൗസിലേക്ക് ജോലിക്ക് കയറിയെന്നൊക്കെ അന്ന് കിം ചുളിന്റെ അമ്മ പറഞ്ഞിരുന്നു. തന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം ഓർത്ത് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായി. മാത്രല്ല ഹാന്റെ മരിച്ചുപോയ 2ാമത്തെ ബോയ്ഫ്രണ്ടായ ഡോക്ടർ ചോയുടെ അസിസ്റ്റന്റിനോട് അന്വേഷിച്ച സമയം അയാൾ ഓൾറെഡി ഡേറ്റിംഗിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണിനെ തേച്ചിട്ടാണ് ഹാനിനെ കണ്ടപ്പോൾ അവളുടെ പിന്നാലെ പോയെന്ന് പറഞ്ഞതും അവന് ഓർമ്മ വരും. സോ ഈ ഡോക്ടർ ചോയുടെ എക്സ് ഗേൾഫ്രണ്ട് ആയിരിക്കണം കിം ചുൾ എന്ന് തോന്നുകയാണ് അവന്. കട്ട് ചെയ്ത ഹാനിന് ഉറങ്ങാൻ പറ്റാതെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. പുറമേ തോന്നില്ലെങ്കിലും അവള് മെന്റലി ഭയങ്കര വീക്ക് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഡോക്ടറിനെ കാണേണ്ടി വരാറുണ്ട്. എപ്പോഴും എനിക്കിങ്ങനെ സെഡേറ്റീവ്സ് എഴുതി തരാൻ പറ്റില്ല, ഹാൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതാ നല്ലതെന്ന് പറയുമ്പോൾ ഡോക്ടർ ചോയ് അവളോട് മിസ്ബിഹേവ് ചെയ്തിരുന്നതൊക്കെയാണ് ഓർമ്മ വരാ. അത് അവൾക്ക് വലിയൊരു ട്രോമയായിരുന്നു. അടുത്ത സീനിൽ സിയോക്ക് വീണ്ടും ഡോക്ടർ ചോയുടെ അസിസ്റ്റന്റിനെ കാണാൻ ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ഹാനിന് മുമ്പ് ഡോക്ടർ ചോയ് ഇവളെയാണോ ഡേറ്റ് ചെയ്തിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേലോ, നിങ്ങൾ ഇതൊക്കെ കണ്ടുപിടിച്ചോന്ന് അവര്. കിം ചുൾ ആദ്യം ഒരു TV ചാനലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ചോയ് അവളെ ബ്രേക്കപ്പ് ചെയ്തതിന് ശേഷവും കിം ചുൾ വീണ്ടും ചോയുടെ അടുത്തുനിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല. എത്ര ഒഴിവാക്കാൻ നോക്കിയിട്ടും അവൾ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നേരം അബദ്ധത്തിൽ ചോയുടെ മുഖം തന്നെയാണ് മുറിയ. അങ്ങനെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ പറയുന്നുണ്ട് ഇവര്. പക്ഷെ ഹാനിന് ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ഡോക്ടർ ചോയ്ക്കാണെങ്കിൽ ഹാനിനോട് ഒരു തരം ഭ്രാന്തായിരുന്നു എന്ന് പറയാണെന്നിട്ട്. കട്ട് ചെയ്ത ലാസ്റ്റ് ഓപ്ഷൻ വിൻ ചെയ്ത ആ ചെയർമാനും ഹാനും മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മാഡത്തിനോട് എന്റെ താങ്ക്സ് പറയണമെന്നും പറഞ്ഞ് അയാൾ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. ചെയർമാനും മാഡം പെയിന്റിങ്ങിനെ പറ്റിയുള്ള ഹിന്റൊക്കെ മുന്നേ കൊടുത്തിരുന്നോന്ന് ഹാനിനും സംശയമുണ്ടായി. ശേഷം അവളത് മാഡത്തിന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ചെയർമാൻ ലേലത്തിനെടുത്ത ആ പീസ് ബുസാനിലെ ആർട്ട് സെന്ററിലെ എക്സിബിഷന് വെക്കാൻ പോവാണെന്നും പറയും. അവിടെ സിംഗട്ടായി ഹാൻ വീണ്ടും ആ ക്യാൻഡി ഡ്രോയിങ് നോക്കി നിൽക്കുന്നതിനിടെ സിയോക്ക് അങ്ങോട്ട് വരും. കിം ചുൾ നിങ്ങളെ ഫുൾ ടൈം വാച്ച് ചെയ്തിരുന്ന കാര്യമൊക്കെ ഹാൻ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുകയാണെന്നിട്ട് അതിന്റെ റീസൺ പക്ഷേ സോങ് അല്ല, ഡോക്ടർ ചോയ് ആണ്. അവര് തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. ഹാൻ വന്നപ്പോ ചോയ് അവളെ ഒഴിവാക്കി. അത് പക്ഷേ ഹാൻ മനഃപൂർവ്വം കിം ചുളിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെന്ന് കരുതിയിട്ടാണ് കിം ചുൾ തന്റെ പിന്നാലെ വന്നതെന്ന് പറയും. പക്ഷെ എന്നാലും നിങ്ങളുടെ ഈ 3 ബോയ് ഫ്രണ്ട്സും മരിച്ചതിന് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അത് തനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ലേ? എനിക്കൊന്നും കിട്ടിയിട്ടില്ല.
നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞു പോകുന്നതിനിടെ ബോധം കെട്ട് വീഴാണ് അവള്. അത് കണ്ടതും സിയോക്ക് വേഗം അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഹാന്റെ ബോഡി ഭയങ്കര വീക്കാണെന്നും ഒരുപാട് സെഡേറ്റീവ്സ് കഴിക്കുന്നതുകൊണ്ടും പ്രശ്നമുണ്ട്, റെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറയാ. പക്ഷേ അവൾ കുറച്ചു മുന്നേ വരെ ബോധമില്ലാതെ കിടക്കുന്ന കണ്ടതാണെങ്കിലും ഇപ്പോ ചെന്ന് നോക്കുമ്പോൾ ബെഡിലില്ലാന്ന് കണ്ട് സിയോക്ക് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ശേഷം അവൻ പുറത്തൊക്കെ അന്വേഷിക്കുമെങ്കിലും ഹാൻ അവിടെ നിന്ന് വീണ്ടും ഓപ്ഷൻ ഹൗസിലേക്ക് പോയിട്ടുണ്ടായി. അങ്ങനെ പിന്നെയും അവിടെ ഒരു പെയിന്റിങ് കണ്ടതും ആകെ തീ പടരുന്നൊരു ഓർമ്മയാണ് അവൾക്ക് വരിക. ചുറ്റിനും തീ പടരുന്നതിനിടെ ബോധമില്ലാതെ കിടക്കുന്ന ആ രണ്ടുപേരെയും. അതോടെ വീണ്ടും മെന്റലി ഷോക്കായി നിൽക്കുന്ന ടൈമാണ് പാർക്ക് മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് വന്ന് പറയുന്നത്. ശേഷം അവർ മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ അറിഞ്ഞ് വക്കീലിനെ അയക്കാൻ പോയെന്നും പക്ഷെ അതിന് മുന്നേ ഇറങ്ങാൻ പറ്റിയത് ഭാഗ്യമായി എന്ന് പറയാണവൻ. ഹാൻ അയച്ച കൺസൈൻമെന്റ് ഒക്കെ ഞാൻ നോക്കി, അത് ഞാൻ സൈൻ ചെയ്താ ഹാന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് എന്താ കിട്ടാന്നൊക്കെ ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവൾക്കത് ഇഷ്ടാവില്ല. ഇത്തരം ബിസിനസ് ഒന്നും ഞാൻ ചെയ്യാറില്ല എന്നും പറഞ്ഞു പോകാൻ നേരം പാർക്ക് അവളുടെ കൈ പിടിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പോയാ ഞാനൊരു ലൂസറായി പോവില്ലേന്ന് അയാൾ ചോദിക്കുന്നതായി കാണിച്ച് കട്ട് ചെയ്താ. സിയോക്ക് ഹാന്റെ വോയിസ് റെക്കോർഡിങ്സ് ബാക്കി കേൾക്കുന്നതാണ് കാണിക്കുന്നത്. അതിലവൾ ആ ബാറിലെ ചേച്ചിയോട് സംസാരിക്കുന്നതാണ് ഉണ്ടാവുക. നീ ഈ വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെക്കല്ലേ. അച്ഛനും അമ്മയും മരണപ്പെട്ട് തളർന്നു നിൽക്കുന്ന ഹാനെയാണ് എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്. അന്നൊരു ദിവസം മൊത്തം നീരുന്ന് കരഞ്ഞ പോലെ ഇപ്പോഴും ഈ സങ്കടങ്ങളൊക്കെ കരഞ്ഞു തീർക്കാൻ പറയുമ്പോ അന്ന് എന്റെ പാരന്റ്സിന് പകരം ഞാൻ മരിച്ചാൽ മതിയായിരുന്നെന്ന് പറയാണ് അവള്. ഇത് കേട്ട് അവരെങ്ങനെയാ മരിച്ചെന്നൊക്കെ അറിയാൻ സിയോക്ക് ദോയോന്റെ അടുത്തേക്കാണ് ചെല്ല. ഹാനെ അത്രയും അടുത്തറിയുന്ന ഒരാളായോണ്ട് ചോദിക്കാണ്, നീ ഒരിക്കലും അവളെ സംശയിച്ചിട്ടില്ലെന്ന് കേട്ട് ഞാനും കൂടി അവൾക്ക് എതിരായ പിന്നെ ഹാന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലാതായി പോകുന്നു പറയണവൻ. ഇന്നേരം ഹാന്റെ ഫാമിലിക്ക് എന്താ സംഭവിച്ചെന്നും സിയോക്ക് ചോദിക്കുന്നുണ്ട്. ഹാനിന് 15 വയസ്സുള്ളപ്പോ ഒരു ആക്സിഡന്റിൽ അവളുടെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് മാത്രമേ ദോയുൻ പറയൂ. എന്ത് ആക്സിഡന്റ് ആണെന്നൊക്കെ ചോദിക്കുന്ന കേട്ട് ഇപ്പൊ ഈ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഹാനെ വീണ്ടും വിഷമിപ്പിക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഇപ്പൊ നിങ്ങളുടെ കേസിന് ഉപകരിക്കില്ലല്ലോ എന്ന് പറയുന്നതിനിടെ അതൊരു ഫയർ ആക്സിഡന്റ് ആയിരുന്നു എന്നും പറഞ്ഞ് ദോഹ വരാണ്. അതൊരു ഫേമസ് ഇൻസിഡന്റ് ആയിരുന്നു, അതിന്ന് ഹാൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, കൂടെ ഉള്ളവർക്കൊക്കെ ദുർഭാഗ്യം വരുത്തി വെക്കുന്ന ഒരുത്തിയാണത്. അതാണ് എനിക്ക് ചേട്ടനെ ഓർത്ത് പേടിയെന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ദോയൂൺ അവളെ വിളിച്ചുകൊണ്ടു പോകും. അതിനുശേഷം ഈ ഫയർ ആക്സിഡന്റിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ട് യോങ് അത് ഹീറോയ്ക്ക് കൊണ്ടു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പോലീസ് ആ കേസ് ഒരു ഫാമിലി സൂയിസൈഡ് ആയിട്ടാണ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കണ്ടതും ശരിക്കും ഹാന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് അവൾക്ക് ബാഡ് ലക്ക് ഉള്ളതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നിരപരാധിയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവളോട് പെരുമാറുന്നത് ക്രൂരായിട്ടല്ലേന്ന് സ്വയം പറയാണവൻ. സത്യം പുറത്തു കൊണ്ടുവരാനല്ലേ, അതൊന്നും തെറ്റല്ല എന്ന് യോങ് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണപ്പോ. സെയിം ടൈം ഹാൻ ഇവിടെ നാളെ നടക്കുന്ന സോങ്ങിന്റെ ഒരു മെമ്മോറിയൽ സെറിമണിക്ക് പോവാൻ പാക്ക് ചെയ്യായിരുന്നു. ഫോണിൽ പോവണ്ടെന്നും പറഞ്ഞ ബാറിൽ ചേച്ചി വിളിക്കുന്നുണ്ടെങ്കിലും ഹാൻ പോവാൻ തന്നെ തീരുമാനിക്കും. പിറ്റേ ദിവസം ഹാൻ എത്തുമ്പോൾ ദോയൂണും സിസ്റ്ററും ഇതിനകം അവിടേക്ക് എത്തിയിട്ടുണ്ടായി. പക്ഷെ സോങ്ങിന്റെ അമ്മ അവളെ കണ്ടതും സോങ് നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എന്റെ മോൻ ജീവനോടെ ഉണ്ടായേനെന്നും പറഞ്ഞ് ദേഷ്യപ്പെടാണ് അവളോട്. ഈ ടൈം സിയോക്കും അവിടേക്ക് എത്തിയിട്ടുണ്ടായി. ഇതെല്ലാം അവനും കാണുന്നുണ്ടായിരുന്നു. ദോയൂൺ പിടിച്ചു മാറ്റാൻ പോവെങ്കിലും അവന്റെ സിസ്റ്റർ അതിന് സമ്മതിക്കില്ല. ഇന്നേരം സോങ്ങിന്റെ അനിയൻ വന്ന് പിടിച്ചു മാറ്റുകയും ഹാനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറയും. ശേഷം അവൻ ആദ്യം തന്നെ കാണിക്കുന്നത് ആ ഇൻഷുറൻസ് പോളിസി സർട്ടിഫിക്കറ്റ് ആണ്. എന്റെ ചേട്ടൻ എന്തിനാ ഇത്ര വലിയ എമൗണ്ടിന് ഇൻഷുറൻസ് എടുത്തേ? ക്യാൻസൽ ചെയ്തെങ്കിലും ബെനിഫിഷ്യറി നിങ്ങളായിരുന്നല്ലോ, എന്നിട്ടും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണോ പറയുന്നതെന്ന് ചോദിക്കുന്നതായിട്ട് ഇല്ലാന്ന് തന്നെയാണ് അവള് പറയാ. ഇന്നേരം എനിക്കെല്ലാം അറിയാമെന്നും പറഞ്ഞ് ഒരു ദിവസം കിംചുള്ള റെസ്റ്റോറന്റിലേക്ക് വന്നൊരു കാര്യം അവൻ പറയും. ഹാനിനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ചോയ് മരിച്ച പോലെ സോങ്ങും മരിക്കും, നീയും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലേ എന്നൊക്കെ കിംചുൾ സോങ്ങിനോട് പറയുന്നതൊക്കെ ബ്രദറും കേട്ടിട്ടുണ്ടായി. സോങ് പക്ഷെ അന്നതത്ര കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചേട്ടൻ മരിക്കുന്നതിന് 2 ആഴ്ച മുന്നാണ് ആ ലേഡി അങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങളിപ്പോ പറഞ്ഞില്ലെങ്കിൽ ഞാനത് അവരോട് തന്നെ ചോദിച്ചോളാം എന്ന് പറയുന്നതായിട്ട് അതിനെനിക്ക് കഴിയില്ല, കിംചുളു മരിച്ചു എന്ന് പറയാണവള്. അത് കേട്ടതും അനിയൻ ആകെ ഷോക്കാവും. ഇൻഷുറൻസ് ക്യാൻസൽ ആക്കിയതുകൊണ്ട് ആ ക്യാഷ് സോങ്ങിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ആയിക്കോളും എന്ന് പറയുമ്പോ അതന്നെ ആ ഇൻഷുറൻസുകാരൻ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കറിയേണ്ടത് അതല്ല, ഇതിന്റെ എല്ലാം പിന്നിൽ നീയല്ലേ എന്റെ ചേട്ടനെ കൊന്നേന്ന് ചോദിച്ച് തട്ടിക്കേറുമ്പോ സിയോക്ക് വന്ന് പിടിച്ചു മാറ്റാണ് അവനെ. നിന്നെ വിളിച്ച ആ ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്റർ ഞാനാണെന്ന് പറയുന്നതായി കാണിച്ച് കട്ട് ചെയ്ത സോങ്ങിന്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നതാണ് കാണിക്കുന്നത്. ഈ ടൈം സോങ് ഇട്ട് കൊടുത്ത ആ റിങ് ഹാൻ ഊരിക്കളയാണ്. അപ്പോഴാണ് സിയോക്ക് അങ്ങോട്ട് വരാം. ശരിക്കും ഹാന്റെ പാരന്റ്സിനെയും ബോയ് ഫ്രണ്ട്സിനെയും ഒക്കെ നിനക്ക് നഷ്ടപ്പെട്ടതാണോ? അവരുടെ മരണമായിട്ട് നിനക്ക് ഒരു ബന്ധവും ഇല്ലെന്ന് ചോദിച്ചതായിട്ട് എനിക്കൊരാളെ കൊല്ലാൻ പറ്റുന്ന ഇപ്പോഴും നീ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവള്. ഞാൻ എന്ത് പറഞ്ഞാലും താങ്കൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഹാൻ അവിടെ നിന്ന് ചാടാണ്. ഇന്നേരം സിയോ കൂടി വന്ന് അവളെ രക്ഷിക്കും. ഞാനില്ലാതായ ഇതൊക്കെ അവസാനിക്കുമല്ലോ, എന്നെ തടഞ്ഞത് എന്തിനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ അറിയണം, നീ മരിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ഹീറോ പറയുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഇതിനെല്ലാം പിന്നിൽ ശരിക്കും ഹാൻ തന്നെയാണോന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ കാണാം.
എപ്പിസോഡ് ഇടാൻ ഒരുപാട് ലേറ്റായി. നമ്മുടെ ചാനലിന് സ്ട്രൈക്ക് കിട്ടിയതുകൊണ്ടും വയ്യാതിരിക്കുന്നതുകൊണ്ടൊക്കെയാണ് ലേറ്റ് ആയത്. ഇതൊരു ഓൺഗോയിങ് ഡ്രാമ ആയതുകൊണ്ട് തന്നെ റിലീസായിട്ടുള്ള എല്ലാ എപ്പിസോഡുകളും നമ്മൾ ഉടൻ തന്നെ ഇടും. താങ്ക്